കർണാടക ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിൽ നിന്ന് സംഘാംഗം പിന്മാറി. DCP സൗമ്യലത IPS ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയത്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് DCPയുടെ പിന്മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. പ്രത്യേക സംഘം നാളെ ധർമ്മസ്ഥലയിലെത്തി അന്വേഷണം ആരംഭിക്കുമെന്നാണ് സൂചന. ಗೊತ್ತಿಲ್ಲ ನನಗೆ ತಾವು ಮಾಧ್ಯಮದಲ್ಲಿ 2-3 ಸಾರಿ ಅದನ್ನು ಪ್ರಸ್ತಾಪ ಮಾಡಿದ್ದೀರಿ, ಅದನ್ನು ನೋಡಿದೆ. ಒಂದು ವೇಳೆ ಅವರೇನಾದರೂ ನನಗೆ ಅಫಿಷಿಯಲ್ ಆಗಿ ಬಂದಿಲ್ಲ, ಅನ್ಅಫಿಷಿಯಲ್ ಆಗಿ ನನಗೆ ಬಂದದ್ದೇನು ಅಂದರೆ ಅವರೇನೋ ಪತ್ರ ಕೊಟ್ಟಿದ್ದಾರೆ, ನನಗೆ ವೈಯಕ್ತಿಕವಾಗಿ ಕಾರಣ ಇದೆ, ಅದರಿಂದ ನನಗೆ ಬೇಡ ಅಂತ ಏನೋ ಹೇಳಿದ್ದಾರೆ ಅಂತ. ಅದನ್ನು ರೀಪ್ಲೇಸ್ ಮಾಡ್ತಾರೆ. ಒಂದು ವೇಳೆ ಆ ರೀತಿ ಇದ್ದರೆ ರೀಪ್ಲೇಸ್ ಮಾಡ್ತಾರೆ ಅವ್ರನ್ನ. മുഹമ്മദ് റഹീസ് ബംഗളൂരിൽ ചേർന്നു. റഹീസ്, മണ്ണാഴങ്ങളിലുള്ള ഒരുപാട് സത്യങ്ങൾ പുറത്തെടുക്കാൻ ഒരു പ്രതീക്ഷയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്. നിയമിച്ച ഉദ്യോഗസ്ഥർ, അതൊരു IPS ഉദ്യോഗസ്ഥർ പോലും പിന്മാറുന്നു. എങ്ങനെ വിലയിരുത്താം? കാരണം എന്തെന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുമോ? പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുമോ ഇപ്പോൾ മാറുന്നാൾക്ക് പകരം? സുഹൈലി, ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഏറെ നാൾക്ക് ശേഷം ഒരുപാട് ആലോചിച്ചാണ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. അത് DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി 4 ഉദ്യോഗസ്ഥർ വരുന്നു. പിന്നീട് ഇന്നലെ ആ ടീം വിപുലീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ സംഘത്തിൽ നിന്നൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. അത് ഏറെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. കാരണം ഇത് ഒരു ടീമിൻ്റെ 20-അംഗ സംഘത്തിനെ 4 ടീമുകളായി മാറ്റി ആ സംഘത്തിന് 4 നേതൃത്വങ്ങൾ നൽകി അങ്ങനെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആദ്യഘട്ടത്തിലൊരു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ആ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ തന്നെയാണ് ഇപ്പോൾ പിന്മാറുന്നത്. ഈ സൗമ്യലത പിന്മാറുമ്പോൾ അത് ടീമിന് വലിയ ക്ഷീണം തന്നെയാണ്. നേരത്തെ തന്നെ സൗമ്യലത ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്മാറിയേക്കുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒടുവിൽ ഇന്നലെയാണ് അന്വേഷണ സംഘത്തിനെ വിപുലീകരിക്കുന്നത്. അപ്പോഴും ഈ ഉദ്യോഗസ്ഥയുടെ പേര് അതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകില്ല, ആരും പിൻവാങ്ങില്ല, ടീം ശക്തമായി തന്നെ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയൊക്കെയാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ ഒടുവിൽ അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയെ ഈ ഉദ്യോഗസ്ഥ വിളിക്കുകയും സംഘത്തിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട G. പരമേശ്വര ഈ ഒരു വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം സത്യമാണ്, അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയുക വയ്യ. കാരണം ഇത്തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് വരുമ്പോൾ നേരത്തെയും പല പ്രത്യേക അന്വേഷണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ പിന്മാറിയിരുന്നു. ഈ ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ ആ സ്ഥലം സംബന്ധിച്ച് ഇനി പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത്രമാത്രം നിഗൂഢതകളുള്ള സ്ഥലമാണ്. അന്വേഷണത്തിന് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അത്രയധികം പ്രഷർ അനുഭവപ്പെടുന്ന, അവരെ സമ്മർദ്ദത്തിലാക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമുള്ള സ്ഥലം കൂടിയാണ്. അവിടേക്ക് അന്വേഷണത്തിന് എത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായിട്ടും ഒരു പേടിയുണ്ടാകും, സമ്മർദ്ദമുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൗമ്യലത ഈ ഒരു കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഈ കേസിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ അന്വേഷണ സംഘം ബംഗളൂരുവിലാണ് ഉള്ളത്. ബംഗളൂരുവിലെത്തി നിലവിൽ ഏതൊക്കെ ഡ്യൂട്ടികളിലാണോ അവരുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ വിടുതൽ വാങ്ങി ബംഗളൂരുവിലെത്തി ഒരു പ്രത്യേക അന്വേഷണ സംഘം, ആ ഒരു ടീമായി തന്നെ അവർ SIT അന്വേഷണവുമായി ധർമ്മസ്ഥലയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി ഇവർ ധർമ്മസ്ഥലയിൽ എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിനൊരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കെ, 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടി തന്നെയാണ്. ഇനിയുള്ള അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രഷറുകളും ഒപ്പം തന്നെ പല മാറ്റങ്ങളുമൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ കണ്ടെന്നും വരാം. സുഹൈ.